ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, വന്നു കയറിയ ഉടൻ തന്നെ രേണു സ്തുതിയുമായിട്ടുള്ള അടി പൊട്ടി എന്നുള്ളത്. ഇത്രയും സമയം രേണുവുമായിട്ടുള്ള അടിയും ബഹളവും ഒന്നും കാണാതെ ആയപ്പോൾ പല ആൾക്കാരും എന്ന് പറഞ്ഞാൽ രേണു സ്തുതിയുടെ ആരാധകർ വന്നിട്ട് നല്ല തെറി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഇയാളല്ലേ പറഞ്ഞത് രേണു സ്തുതിയുമായിട്ട് അടിപൊട്ടി, അനുവുമായിട്ട് പ്രശ്നം ഉണ്ടായി എന്നൊക്കെ. ഇതുവരെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇപ്പോൾ സംഭവിച്ചു. നല്ല ഒന്നാം തരം അടി അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. ഇവിടെയും വെളിപ്പെട്ടു വന്നത് രേണു സ്തുതിയുടെ കള്ളം തന്നെയാണ്. പുറത്ത് താൻ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഞാൻ അകത്ത് നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ലാലേട്ടന്റെ അരികിൽ നിന്നും അകത്തേക്ക് കയറിയത്. പുറത്ത് എങ്ങനെയാണോ കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതേ കള്ളത്തരങ്ങൾ തന്നെ വീണ്ടും രേണു സ്തുതി അകത്തും ആവർത്തിക്കുകയാണ്. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ നോമിനേഷൻ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇന്ന് തന്നെ ബിഗ് ബോസ് പ്രഖ്യാപിച്ചു. ഈ നോമിനേഷന് വേണ്ടി കൺഫെഷൻ റൂമിലേക്ക് ഓരോരുത്തരും കയറിപ്പോകുന്ന സമയത്ത് ബാക്കിയുള്ള മത്സരാർത്ഥികളെല്ലാം സൈലന്റ് ആയിട്ട് അവിടെ ഇരിക്കണം എന്നാണ് നിർദ്ദേശം. 1-2 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ നോമിനേഷൻ. ഈ 2 മണിക്കൂർ സമയം ഇങ്ങനെ മിണ്ടാതെ കുത്തിയിരിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഉച്ച കഴിഞ്ഞ സമയം, അതുകൊണ്ട് തന്നെ രേണു സ്തുതിക്ക് ഉറക്കം വന്നു. രേണു സ്തുതി ക്യാപ്റ്റൻ അനീഷിനോട് എനിക്ക് തലവേദനയാണ് എന്ന് പറഞ്ഞിട്ട് തൊട്ടരികിലിരുന്ന കൂട്ടുകാരിയുടെ മടിയിലേക്ക് തല വെച്ച് അവിടെ കിടന്നങ്ങ് മയങ്ങി. തുടർന്ന് നോമിനേഷൻ കഴിഞ്ഞു, ബിഗ് ബോസ് എല്ലാവരും പിരിഞ്ഞു പോയിക്കൊള്ളാൻ പറഞ്ഞു. ഈ സമയത്ത് രേണു സ്തുതി ആക്റ്റീവായി, ഒരു പ്രശ്നവുമില്ല. ഇത് കണ്ടുകൊണ്ട് അഭിലാഷാണ് ഷാനവാസിനോട് പറയുന്നത്, ഇത്രയും സമയം തലവേദനയാണെന്നും പറഞ്ഞുകൊണ്ട് ചുരുണ്ടുകൂടി കിടന്ന ആൾക്ക് ഇപ്പോൾ ഒരു കുരുവുമില്ല, ആളിപ്പോൾ ആക്റ്റീവായിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ട് അഭിലാഷ് തന്നെ ചെന്നിട്ട് രേണുവിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇത്രയും സമയം തലവേദനയാണെന്നല്ലേ പറഞ്ഞേ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ലല്ലോ. ഇല്ലടാ, എനിക്ക് തലവേദനയായിരുന്നു, ഭയങ്കര തലവേദനയായിരുന്നു. കള്ളം നിങ്ങൾ പറയരുത്. നിങ്ങൾ നാക്കെടുത്താൽ കള്ളമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒരു തലവേദനയുമില്ല, ഒരു കുരുവുമില്ല. നിന്നോടാര് പറഞ്ഞു എനിക്ക് തലവേദനയില്ലെന്ന്? എനിക്ക് തലവേദനയായിരുന്നു. തുടർന്ന് ഭയങ്കര ബഹളമാകുന്നു. അഭിലാഷ് രേണു സ്തുതിയെ തിരിയാനും പിരിയാനും പറ്റാത്ത രീതിയിൽ ശബ്ദമുയർത്തിക്കൊണ്ട് തനിക്കെതിരെ ആക്രമണം അഴിച്ചുവിടുകയാണ്. നിങ്ങൾ കള്ളത്തരമാണ് പറയുന്നത്. പിന്നീട് എടാ പോടാ വാടി പോടി ഈ വിളികളൊക്കെയായി. ഇതിനിടയിലേക്ക് പിടിച്ചു മാറ്റുവാൻ വേണ്ടിയാണ് അനു ചെല്ലുന്നത്. അനു ചെന്നിട്ട് രക്ഷപ്പെടുത്താൻ പറ്റാതെ വന്നപ്പോൾ അനു പറയുന്നുണ്ട്, ഇത്രയും തലവേദനയായിരിക്കുന്ന ഒരാളിന് എങ്ങനെയാണ് ഇങ്ങനെ ഒച്ച വെക്കാൻ പറ്റുക? സാധാരണ തലവേദനയായിരിക്കുന്ന ആൾക്കാർ സംസാരിക്കുന്നത് ബുദ്ധിമുട്ടാണ്, അവർക്ക് ശബ്ദം കേൾക്കുന്നതും ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും തല പൊട്ടിപ്പോകുന്നത് പോലെ നിങ്ങൾക്ക് തലവേദനയുണ്ട് എന്ന് പറയുന്നു, പക്ഷേ നിങ്ങൾ ഭയങ്കരമായിട്ട് ഒച്ച വെക്കുകയും ചെയ്യുന്നു. ഇതിനിടയ്ക്ക് ഒരു ഡോക്ടറുണ്ട്, ഒരു പെൺകുട്ടി. ആ കുട്ടി പറയുന്നുണ്ട്, തലവേദനയുള്ള ആൾക്ക് ഇത്രയും ഒച്ചയെടുത്ത് സംസാരിക്കാൻ പറ്റില്ല, തല പൊട്ടിപ്പോകുന്നത് പോലെ വേദനയുണ്ടാവും. അവർക്ക് ഒരു പ്രശ്നവുമില്ലാതെ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്, അവർക്കൊരു തലവേദനയുമില്ല. പക്ഷെ രേണു സ്തുതി വാദിക്കുകയാണ്, കട്ടായം പറയുകയാണ് എനിക്ക് തലവേദനയാണെന്ന്. എന്നാൽ ഇത്രയും ഒച്ചയുണ്ടാക്കി ബഹളം വെച്ചിട്ടും ഒരു തലവേദനയുള്ള വ്യക്തിയുടെ യാതൊരു തരത്തിലുള്ള പ്രകടനങ്ങളും കാണിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് തലയ്ക്കൊന്ന് കൈവെക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ഇത് വിവാദമായതുകൊണ്ടാണ്. ഇതിനു മുൻപ് തലയിൽ കൈവെക്കുന്നില്ലായിരുന്നു. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ പറയുകയാണ്, എനിക്ക് തലവേദനയായിരുന്നപ്പോൾ എൻ്റെ അരികിലിരുന്ന കുട്ടി എൻ്റെ തല മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ തലയിൽ തൊടാതിരുന്നതെന്ന്. എന്തെല്ലാമാണ് ഈ പറയുന്നത്? എന്തായാലും രേണു സ്തുതിയുടെ ആരാധകർക്ക് സന്തോഷിക്കാനുള്ള നല്ല ഒന്നാം തരം ടിപ്പുകൾ ഓരോരോ നിമിഷങ്ങളിലും രേണു സ്തുതി ഇട്ടുതരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആഘോഷിക്കുക, അർമാദിക്കുക. ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം പറയാം, നല്ലത് കണ്ടാൽ നമ്മൾ നല്ലതെന്ന് തന്നെ പറയും. ഇനി ഉടായ്പാണ് കാണിക്കുന്നതെങ്കിൽ അത് ഉടായ്പാണെന്ന് പറയും. ഈ ചാനലിൽ ഒരു കണ്ടസ്റ്റന്റിനെയും പക്ഷം പിടിച്ച് സംസാരിക്കില്ല, കാണുന്നത് മാത്രമേ നമ്മൾ പറയുകയുള്ളൂ. രേണു സ്തുതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കോമണർ അനീഷ് എത്തി. അനീഷ് ക്യാപ്റ്റൻ കൂടിയാണല്ലോ. അനീഷ് രേണു സ്തുതിക്ക് തലവേദനയാണ് എന്ന് സ്ഥിരീകരിക്കുകയും ഇത് ബിഗ് ബോസിനോട് പറയുകയും ചെയ്യുന്നു. എന്നാൽ അതിനു മുൻപായിട്ട് ഷാനവാസ് പറയുന്നുണ്ട് തനിക്ക് തലവേദനയാണെന്ന്. അത് കേട്ട ഭാവം അയാൾ നടിച്ചില്ല, ബിഗ് ബോസിനോട് അതിനെപ്പറ്റി സംസാരിച്ചുമില്ല. തുടർന്ന് അനീഷുമായിട്ട് വലിയ ബഹളങ്ങൾ അവിടെ നടക്കുകയാണ്. പിന്നെ അനീഷിന്റെ ഒരു പ്രത്യേകത, കുഴപ്പമായി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കില്ല, അവിടെ നിന്ന് അങ്ങ് പെതുക്കെ സ്കൂട്ടാകും. അങ്ങനെ ബിഗ് ബോസ് വീട് മുഴുവനും നടക്കും. ഒറ്റ വാക്ക് മാത്രമേ മറുപടി പറയുകയുള്ളൂ, അത് തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഷാനവാസ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് എനിക്ക് തലവേദനയുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ തലവേദനയെ നിങ്ങൾ പരിഗണിക്കാതെ നിങ്ങൾ എന്നെ മൈൻഡ് ചെയ്യാതെ പോയി. പക്ഷേ രേണു സ്തുതിക്ക് തലവേദനയുണ്ടെന്ന് കേട്ടപ്പോൾ നിങ്ങൾ ബിഗ് ബോസിനോട് പറഞ്ഞു. നിങ്ങൾ എന്നോട് പറഞ്ഞില്ല, ഞാൻ കേട്ടില്ല. നിങ്ങൾ എന്നോട് പറഞ്ഞില്ല. ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ട് കുറഞ്ഞത് 250 പ്രാവശ്യമെങ്കിലും ആൾക്കാരെ വെറുപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ കോമണർ കണ്ടസ്റ്റന്റ് അനീഷ് ഈ വാക്ക് തന്നെ വെറുതെ പറഞ്ഞുകൊണ്ട് അങ്ങ് നടക്കുകയാണ്. ഇങ്ങനെ പിടിച്ച് ബിഗ് ബോസ് ആദ്യം തന്നെ ക്യാപ്റ്റൻ ആക്കിയത് ഓർക്കുമ്പോഴാണ് അത്ഭുതം തോന്നുന്നത്. ഇത് എന്തൊക്കെ കളികളാണ്, ഏതെല്ലാം പണികളാണ്. എന്തായാലും രേണു സ്തുതിയെ സമ്മതിച്ചേ പറ്റൂ. തല പൊട്ടിപ്പിളരുന്ന തലവേദന ഉണ്ടായിട്ടും ജില്ലെന്ന് നിന്നു. അതുകൊണ്ട് 10 തൊട്ട് ഇന്ന് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സംഗതി ഉഷാറായിക്കൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും എത്താം. അതുവരേക്കും ബൈ.